അവൻഗാർഡ് റെസിഡൻസുമായി സ്കൈലൈൻ ദുബായിൽ കഴിഞ്ഞ 35 വർഷമായി പാർപ്പിട നിർമ്മാണ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നിർമ്മാതാക്കളായ സ്കൈലൈൻ ദുബായിൽ പാർപ്പിട പദ്ധതി പ്രഖ്യാപിച്ചു. ദുബൈയിലെ ജുമൈറ വില്ലേജ് സെന്ററിലാണ് സ്കൈലൈൻ പ്രഥമ സംരംഭമായ അവൻഗാർഡ് റെസിഡൻസ് പ്രഖ്യാപിച്ചത്. മാസങ്ങൾക്ക് മുൻപ് മാത്രം ലോഞ്ച് ചെയ്ത പദ്ധതിയിൽ ഇതിനകം തന്നെ 70% ബുക്കിംഗ് ലഭിച്ചു കഴിഞ്ഞതായി സ്കൈലൈൻ ബിൽഡേഴ്സ് CMD KV അബ്ദുൽ അസീസ് കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആഡംബരത്തിലും കാഴ്ചയിലും രൂപകൽപ്പനയിലും ഏറെ വ്യത്യസ്തത പുലർത്തുന്ന പാർപ്പിട സമുച്ചയമാണിതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. That's a big question. Yeah, right. Because Y2K നമുക്കറിയുന്ന കാര്യമാണ്. We knew it is coming. What has happened basically, unfortunately for the state of Kerala, we thought that IT വരുന്നുണ്ട്, Y2 വരുന്നുണ്ട്, IT വരാണ്, Kerala should be the first one to take the opportunity. That's what we thought, because നമ്മളാണ് ആദ്യമായിട്ട് ഇന്ത്യ രാജ്യത്ത് തന്നെ ടെക്നോ പാർക്കിൽ നമ്മൾ സർക്കാർ IT പാർക്ക് തുടങ്ങിയത്. And you know the talent is what is available here. Hundreds of engineering college ഉണ്ട്, thousands of engineers are coming out of it. Huge talent is available in Kerala. I thought this is going to be the fertile land for IT in India. മികവുറ്റ ഡിസൈനിങ്ങിലൂടെ സ്ഥലത്തിന്റെ ഉപയോഗ സാധ്യതകൾ, മേൽത്തരം ഫിനിഷിംഗ്, ലോക നിലവാരത്തിന് അനുയോജ്യമായ സുഖ സൗകര്യങ്ങൾ എന്നിവ സമന്വയിപ്പിച്ചിട്ടുണ്ട്. അവൻഗാർഡിൽ നിന്നും 20 മിനിറ്റ് കൊണ്ട് വിവിധ ഷോപ്പിംഗ് മാളുകൾ, വിനോദ കേന്ദ്രങ്ങൾ, ബിസിനസ് സെന്ററുകൾ എന്നിവിടങ്ങളിലേക്ക് എത്താനാകും. ദുബൈയിലെ പാർപ്പിട സമുച്ചയത്തിൽ നിക്ഷേപിക്കുന്നത് വഴി 8 മുതൽ 9% വരെ സാമ്പത്തിക വളർച്ച നേടാൻ നിക്ഷേപകന് സാധിക്കും. 500 കോടിയോളം രൂപയുടെ മുതൽ മുടക്കിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. സ്കൈലൈൻ ഹെക്ടേഴ്സ് എന്ന നൂതന ആശയവും സ്കൈലൈൻ അവതരിപ്പിച്ചു. പുതുതലമുറയുടെ അഭിരുചികൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പദ്ധതിയാണിത്. ഉപഭോക്താക്കളുടെ പ്ലോട്ടിൽ അവരുടെ ആശയത്തിനനുസരിച്ച് വീടുകൾ യഥേഷ്ടം രൂപകൽപ്പന ചെയ്യാമെന്നതാണ് ഇതിൻ്റെ സവിശേഷത. ക്ലബ് ഹൗസ്, സ്വിമ്മിംഗ് പൂൾ, ഹെൽത്ത് ക്ലബ്ബ്, മൾട്ടിപർപ്പസ് ഹാൾ, കളിസ്ഥലങ്ങൾ, പാർക്കുകൾ, വെള്ളം, വൈദ്യുതി, പേവ്ഡ് റോഡുകൾ, സെക്യൂരിറ്റി സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും. നിലവിൽ സ്കൈലൈന് 11 ലക്ഷത്തിലധികം ചതുരശ്ര അടി പാർപ്പിട നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 500 കോടി രൂപ മുതൽ മുടക്കിൽ 10ഓളം പ്രൊജക്റ്റുകൾ പുരോഗമിക്കുകയാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 13-ൽ പരം പ്രൊജക്റ്റുകൾ കേരളത്തിന്റെ വിവിധ നഗരങ്ങളിൽ ലോഞ്ച് ചെയ്യും. 1000 കോടിയോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. സ്കൈലൈൻ ഇതിനോടകം 1.67 കോടി ചതുരശ്ര അടി നിർമ്മാണം ആഡംബര പാർപ്പിടങ്ങളായും വാണിജ്യ അടിസ്ഥാനത്തിലും പൂർത്തീകരിച്ചിട്ടുണ്ട്. സ്കൈലൈൻ 1.67 കോടി ചതുരശ്ര അടിയുടെ നിർമ്മാണം കഴിഞ്ഞ ഒരു വലിയ കമ്പനി. അഭിമാനമുണ്ട് കേരളത്തിന്. സ്കൈലൈനെ പോലെയുള്ളൊരു വലിയ കമ്പനി വിചാരിച്ചാൽ 300-380 സ്ക്വയർ ഫീറ്റിൽ എല്ലാവിധമായ എക്യുപ്മെന്റ്സും കമ്പനിയുടെ അടുത്തുണ്ട്. മാൻപവറും ക്വാളിറ്റീസും മാത്രം നൽകി കഴിഞ്ഞാൽ ഒരു 4-5 ലക്ഷം രൂപയ്ക്ക് ഈ സാധാരണക്കാർക്ക് ഈ പ്രയത്ന ഭാഗമായി ചില വീടുകൾ നിർമ്മിച്ചു നൽകിയാൽ സ്കൈലൈൻ എന്നത് വലിയൊരു മാനുഷിക പരിഗണനയുള്ള കമ്പനി കൂടിയാകും. അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിഗണന നൽകുവാൻ കമ്പനിക്ക് സാധിക്കുമോ എന്നുള്ളൊരു മാനുഷിക ചോദ്യമാണ് ചാനൽ 91 ചോദിക്കാനുള്ളത്. കേരളത്തിൽ മേജർ ഇഷ്യൂ എന്താ വെച്ചാൽ ലാൻഡ് കോസ്റ്റ് ഇസ് മേജർ ഇഷ്യൂ. അപ്പോൾ ഞങ്ങൾ സർക്കാർ പറഞ്ഞു ഞങ്ങൾ പണി തരാം, ഓൺലി തിങ് യു ഗിവ് സം ലാൻഡ്. സർക്കാർ നേരത്തെ പറഞ്ഞാൽ ഇറ്റ്സ് എ വാലിഡ് ക്വസ്റ്റ്യൻ. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ലാൻഡ് കിട്ടണ്ടേ. സർക്കാർ ഒരു 50 ഏക്കർ പറയാണ്, ഓക്കെ ഇത് ഈ 50 ഏക്കർ ഞങ്ങളിതാ നിങ്ങൾക്ക് തരുന്നു. അല്ലെ ബിൽഡേഴ്സ് ഞങ്ങൾ കൺസോർഷ്യം ഉണ്ട്, ക്രെഡായി എന്ന് പറഞ്ഞാൽ കൺസോർഷ്യം ഉണ്ട്. വിൽ ഗിവ് യു 50 ഏക്കേഴ്സ്, അല്ലെ 10 ഏക്കർ ഇവിടെ, 10 ഏക്കർ അവിടെ, 10 ഏക്കർ അല്ലെ കോഴിക്കോട്, കണ്ണൂർ, എവിടെ. വി ആർ റെഡി ടു വിൽ ഗിവ് ഇറ്റ് അറ്റ് നേരത്തെ പറഞ്ഞ കോസ്റ്റ് പണിത് കൊടുക്കാൻ പറ്റും. ഓൺലി തിങ് ലാൻഡ് ഈസ് എ ബിഗ് ഇഷ്യൂ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ലാൻഡിൻ്റെ ആണ് മേജർ ഇഷ്യൂ ഇൻ കേരള. ഇപ്പോൾ സർക്കാർ ഞങ്ങൾ ഓൾവേസ് ബീൻ ടെല്ലിങ് വൈ ഡോണ്ട് യു ഗിവ് സം ലാൻഡ്. അതാണ് എല്ലാം പറയാറുണ്ടല്ലോ. ഇവിടെ തന്നെ നമ്മളെ ഒന്നും പറയേണ്ട, സർക്കാരിൻ്റെ കമ്പനി അല്ലായിരുന്നു നമ്മുടെ ഹൗസിംഗ് ബോർഡൊക്കെ. ഹൗസിംഗ് ബോർഡ് നിർത്തിയിട്ട് എത്ര, ദേ ആർ നോട്ട് ബിൽഡിങ് എനിത്തിങ് മോർ. എത്ര വർഷമായി ഹൗസിംഗ് ബോർഡ്, യോൾ നോ വാട്ട് സ്റ്റോറി അറിയുന്ന കാര്യങ്ങളാണ്. 10-20 ദിവസമായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് കാര്യം നടക്കുന്നത്. വാട്ട് ഐ എം കമ്മിങ് ബാക്ക്,
സർക്കാർ വിചാരിക്കുകയാണ്, സർക്കാർ ലാൻഡ് ഓക്കെ വിൽ ഗീവ് യു ദിസ്, അവരെന്നെ തിരഞ്ഞെടുത്തോട്ടെ, ആർക്ക് കൊടുക്കണം, ബെനിഫിഷ്യറിക്ക് അവർ തീരുമാനിക്കട്ടെ, നോ ഇഷ്യൂ, അബ്സൊല്യൂട്ട്ലി നോ ഇഷ്യൂ, വി ക്യാൻ ബിൽഡ് ആൻഡ് ഗിവ് ഇറ്റ്. സ്കൈലൈൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സഹൽ അസീസ്, ഓപ്പറേഷൻസ് വിഭാഗം സീനിയർ വൈസ് പ്രസിഡന്റ് തോമസ് മാത്യു, ഫിനാൻസ് വിഭാഗം സീനിയർ വൈസ് പ്രസിഡന്റ് ജിജോ ആലപ്പാട്ട്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മേധാവി മുഹമ്മദ് ഫറൂഖ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. Just a 5-minute drive off the 6-lane NH66, a plotted development emerges at Kolamawa, Kochi. Skyline Sanctuary premium developed plots enter world unto itself through the access bridge and wide paved road, rushing past a roundabout with a garden. Imagine your own piece of paradise, the promenade and extensive lawns. A sportive life is a flutter with a multi-purpose turf and indoor badminton court. Each demarcated plot is backed by underground cabling, drainage and water connection. It makes ground to build your dream home whenever you wish. Skyline Sanctuary is well connected to the city and future developments. Imagine a secure gated community here. ന്യൂസ് ഡെസ്ക് ചാനൽ 91.